ടു മൈ ചാനൽ കിമയ. അപ്പം ഞാനിന്ന് യോക്കില്ലാത്ത ഷർട്ടാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ പൊതുവെ പണ്ട് പറഞ്ഞിരുന്ന യോക്ക് ഷർട്ട് എന്നാണ്, ലേഡീസ് ഷർട്ട് എന്നാണ്. സോറി, യോക്ക് ഷർട്ട് അല്ല, ലേഡീസ് ഷർട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ലേഡീസിനും യോക്കുള്ള ഷർട്ട്, ജെൻസിൻ്റെ തന്നെ ഷർട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയുന്നില്ല, യോക്ക് ഇല്ലാത്ത ഷർട്ടാണ് കേട്ടോ. നമ്മൾ പഴയതുപോലെ തന്നെ. അപ്പോൾ ഈ ഷർട്ടിൻ്റെ അളവുകൾ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാഷൻ ഷർട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 10 ഇഞ്ച് ലൂസിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് മടക്കി കൊടുക്കുക കേട്ടോ. ഫ്രണ്ട് മടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്തു. അതിനുശേഷം ഞാൻ അളവുകളൊന്ന് പറഞ്ഞു തരാം. നമുക്ക് അളവുകൾ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇടാം. അതായത് ലെങ്ത് 21 ചെസ്റ്റ് 25 പിന്നെ ഷോൾഡർ 12 ഇഞ്ചാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ അളവ്. ഇനി പ്രത്യേകിച്ച് വേറെ അളവുകളൊന്നും വേണ്ടല്ലോ. പിന്നെ സ്ലീവിൻ്റെയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത് 2 ഇഞ്ച്, അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള 2 ഇഞ്ച് ഞാൻ മടക്കി വെച്ചു കേട്ടോ. നമുക്ക് തുണി നിങ്ങൾക്ക് തികയില്ലെങ്കിൽ ആ 2 ഇഞ്ചിൻ്റെ പീസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി, വേറെ പീസ് കട്ട് ചെയ്ത് കേട്ടോ. അപ്പം നമ്മളത് മടക്കി വെച്ചു. മടക്കി വെച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഇതിൻ്റെ അളവ് ഷോൾഡർ എടുക്കുക. ഷോൾഡർ എന്ന് പറയുന്നത് ഇതിൽ 12 അപ്പം നമ്മൾ 6.25 എടുക്കും. ഷർട്ടിന് നമ്മൾ 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടി വേണം എടുക്കാൻ കേട്ടോ. അത് നിങ്ങൾ തയ്ക്കുന്നത് പോലെ നിങ്ങളുടെ കൂട്ടി വേണം നിങ്ങൾ എടുക്കാൻ. അപ്പം നമ്മളിപ്പോൾ എടുത്തേക്കണത് ഇനി 25ൻ്റെ കൂടെ ഞാൻ 8 ഇഞ്ച് ലൂസാണ് കൂട്ടിയേക്കുന്നത്. മറ്റേത് നമ്മൾ 10 ഇഞ്ച് ലൂസാണ് എടുത്തത്. ഇതിന് ഞാൻ 8 ഇഞ്ച് ലൂസേ കൊടുക്കുന്നുള്ളൂ, കാരണം ഇതൊരു മോഡൽ ഷർട്ടാണ്. അതുകൊണ്ടാണ് 8 ഇഞ്ച് ലൂസ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ 25ൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 33. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16.5 വരുന്നത്. അപ്പോൾ 16.5 നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടേക്കാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ പറയുന്നത്. 8.25 വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ എടുത്തതിന് ശേഷം അതിൻ്റെ കൈക്കുഴി താഴ്ച എന്ന് പറയുന്നത് ഞാൻ അത് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. എടുത്തതിന് ശേഷം അതിനെ നമ്മൾ വരച്ചു കൊടുത്തു. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഫുൾ ലെങ്ത് എടുത്തു. അത് ഞാൻ പറഞ്ഞില്ല, ഫുൾ ലെങ്ത് എടുത്തു. ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 21. ആ 21ൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് കൂടെ കൂട്ടി 23 ഇതിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത്. ലെങ്ത് എടുത്തതിന് ശേഷം ഞാൻ 2 ഇഞ്ച് മടക്കി വെച്ചു. 2 ഇഞ്ച് മടക്കിയതിന് ശേഷം നമുക്ക് വേണ്ടുന്ന വണ്ണം എടുത്തു. വണ്ണം വരേണ്ടത് 8.25. അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 8.25 നമ്മുടെ വണ്ണം, അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ. എന്നിട്ട് ഷോൾഡർ എടുത്തു, കൈക്കുഴി താഴ്ച എടുത്തു. അതിനുശേഷം നമ്മൾ കഴുത്ത് അകലം എടുക്കുന്നത് ചെസ്റ്റിൻ്റെ 12 ചെസ്റ്റ് എന്ന് പറയുന്നത് 25. 25ൻ്റെ 12 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 2.25 വരുള്ളൂ. 2 ഇഞ്ച് 1 പോയിന്റുമാണ്. അപ്പം നമുക്ക് 2.25 എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, 2.25 എടുത്തു. താഴ്ച എന്ന് പറയുന്നത് നമുക്ക് 2.25 തന്നെ കൊടുക്കാം കേട്ടോ. അതിൻ്റെ നെക്ക് റൗണ്ട് വരുന്നത് 14 അപ്പം നമുക്ക് കുഴപ്പമില്ല, 2.25 തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കഴുത്ത് നമ്മൾ വരച്ചു. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ 3/4 ഇഞ്ചാണ് തോൾച്ചെരുവ് എടുക്കുന്നതെങ്കിൽ ബാക്കിലും 3/4 ഇഞ്ച് എടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഞാൻ 1.5 എടുക്കുന്നതെങ്കിൽ ബാക്കിലും നമുക്ക് 1.5 ഇഞ്ച് തന്നെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം കേട്ടോ. അത് ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇതാണോ ഫ്രണ്ടിൻ്റെ. ഇനി നമ്മൾ കൈ വെട്ടി. ഇത്രയും ഓക്കെ ആയി കാണുമല്ലോ. അതായത് നമ്മൾ കഴുത്തകലം എടുത്തു, ഫുൾ ഷോൾഡർ എടുത്തു, കഴുത്തകലം എടുത്തു, താഴ്ച എടുത്തു, 1.5 ഇഞ്ച് തോൾച്ചെരിവ് കൊടുത്തു, കൈക്കുഴി താഴ്ച എടുത്തു, അതിൻ്റെ വണ്ണം എടുത്തു. ഇനി ഇതിൻ്റെ വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചിൽ വരുന്നത് 23. അതിൽ 1/2 ഇഞ്ച് നമ്മൾ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ 8 ഇഞ്ച് എടുത്താൽ മതി, 1/4 ഇഞ്ച് കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് വേണമെങ്കിൽ, കാരണം ഇപ്പോൾ ആ ഷർട്ടിനൊക്കെ നമുക്ക് ഷേപ്പ് ഉള്ളതാണ്, അതുകൊണ്ടാണ്. നമുക്ക് താഴെ എന്നിട്ട് സ്ലിറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ. ഇതാണ് ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ട് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല, മാറ്റി വയ്ക്കുകയാണ്. അടുത്തത് ബാക്കാണ്. ഫ്രണ്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ബാക്ക് എന്ന് എടുക്കുമ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്താണ് എടുക്കേണ്ടത് അല്ലേ. ഇവിടെ ഫോൾഡ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ബാക്ക് എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഫ്രണ്ടിൻ്റെ ഇറക്കം എടുത്തത് 23. അതായത് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമ്മൾ 23 എടുത്തത് അല്ലേ.
ബാക്ക് എടുക്കുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പം കൂട്ടി 25 എടുക്കണം. 25 മീൻസ് നമുക്ക് ഇവിടുന്ന് താഴേക്കല്ല നിങ്ങൾക്ക് നോക്കണം, നമുക്ക് മുകളിലേക്കാണ് നമുക്ക് 1.5 ഇഞ്ച് കൂടുതൽ വരേണ്ടത് കേട്ടോ. മുകളിലേക്കാണ് 1.5 ഇഞ്ച് കൂട്ടേണ്ടത്. അപ്പൊ ആ മുകളിലേക്കുള്ള 1.5 ഇഞ്ച് ഇങ്ങനെ നമ്മൾ വരച്ചിടുക. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഈ തുണിയിൽ ഞാൻ ഇങ്ങനെ ആ 1.5 ഇഞ്ച് വരച്ചിട്ടു കേട്ടോ. നമുക്ക് ആ 1.5 ഇഞ്ച് കൂട്ടേണ്ട 1.5 ഇഞ്ച് മടക്കി വരച്ചിട്ടതിന് ശേഷം നമ്മുടെ കഴുത്തകലം എടുക്കുക. കഴുത്തകലം 2.4, നെക്ക് വിഡ്ത്ത് വരുന്നത് 2.4. പിന്നെ നിങ്ങൾക്ക് നെക്ക് ഡെപ്ത് എന്ന് പറയുന്നത് 1.5 കൊടുക്കാം, വേണമെങ്കിൽ 1 കൊടുക്കാം. അത് ഞാൻ മറ്റേത് എടുത്തപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, എടുത്തു. അതിനുശേഷം നമ്മുടെ ഷോൾഡർ ഇവിടെ എടുത്തിടണമല്ലോ. ഷോൾഡർ എന്ന് പറയുന്ന 6.4 or 6.5 നമ്മൾ എടുക്കുന്നത്. അതെടുത്തു. അത് നേരെ ഇവിടെ നമ്മൾ ഈ 1.5 വരച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മളുടെ നേരെ താഴേക്ക് തന്നെ ആ എടുത്ത ഷോൾഡർ താഴേക്ക് കൊടുക്കുക. ഈ 1.5 നമ്മൾ കൂട്ടാൻ പാടുള്ളതല്ല കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ 1.5 ഇഞ്ച് ഇവിടെ ഉയർത്തി എടുത്തേക്കാണ്, ബാക്കിയാണ് നമ്മുടെ ലെങ്ത് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴുത്തകലം എടുത്തു. കഴുത്തിറക്കം നിങ്ങൾക്ക് 1 ഇഞ്ച് എടുക്കാൻ, വേണമെങ്കിൽ 1.5 താഴ്ത്തി എടുക്കാം. ഈ ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഈ 1.5ലേക്കാണ് ഷോൾഡർ സ്ലോപ്പ് വരുന്നത്. നമ്മൾ ഫ്രണ്ടിൽ 3/4 എടുത്തതെങ്കിൽ നമുക്ക് 3/4 സ്ലോപ്പ് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ആം ഹോൾ ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് 8.4. ഓക്കെ, കണ്ടോ, ഇങ്ങനെ വരച്ചു. അത് ഷേപ്പ് ചെയ്ത് എടുക്കുക. കണ്ടോ, അതായത് നമ്മുടെ ഈ ഫ്രണ്ടിനെ കാട്ടിൽ ഇതിങ്ങനെ വെച്ച് നോക്കിയ ഈ ഫ്രണ്ടിനെ കാട്ടിൽ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഫ്രണ്ടിനെ കാട്ടിൽ നമ്മൾ 1.5 ഇഞ്ച് ഉയർത്തിയാണ് ബാക്ക് എടുത്തേക്കുന്നത്. അപ്പൊ യോക്ക് ഇല്ലാത്തതിനാണ് നമ്മൾ ബാക്കിൽ 1.5 ഇഞ്ച് ഉയർത്തിയെടുത്തത്. അതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം. യോക്ക് ഇല്ലാതെ ഷർട്ട് തയ്ക്കുമ്പോൾ നമ്മൾ ബാക്ക് പീസ് എടുക്കുന്നത് ഫ്രണ്ടിനെ കാട്ടിൽ ബാക്ക് മുകളിൽ ഈ 1.5 ഇഞ്ച് ഉയർത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കഴുത്ത് കൊടുക്കുക. ഇത് അധികം ഈ പോയിന്റ് ആണ് നമുക്ക് കൂടുതൽ വരുന്നത്. യോക്കിന് പകരം വരുന്നത് ഈ പോയിന്റ് ആണ് കേട്ടോ. ഇതാണ് യോക്ക് ഇല്ലാത്ത ഷർട്ട്. അതായത് യോക്കിന് പകരം നമ്മൾ ബാക്ക് 1.5 ഇഞ്ച് ഉയർത്തി കൊടുത്തിട്ടാണ് തയ്ക്കുന്നത്. ഇങ്ങനെയാണ് യോക്കില്ലാത്ത ഷർട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ ഇതിന്റെ സ്ലീവ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ആം ഹോൾ രണ്ടും കൂടെ പിടിച്ചതിന് ശേഷം അതായത് ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും കൂടെ ആം ഹോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് അതിന്റെ സെന്റർ കണ്ടിട്ട് വേണം ചെയ്യാൻ. നമ്മൾ സാധാരണ സ്ലീവ് നമ്മൾ ഈ ജോയിന്റിൽ വെച്ചല്ലേ കൊടുക്കുന്നത്. അതായത് നമ്മളുടെ ഷോൾഡർ തമ്മിൽ കൂട്ടുന്ന ഭാഗം അവിടെയാണ് നമ്മൾ സെന്റർ കാണുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ സെന്റർ കാണാൻ പറ്റില്ല കേട്ടോ. നിങ്ങളത് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നമുക്കത് മിസ്റ്റേക്ക് വരും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഇത് ചോദിച്ചിട്ടാണ് ഞാൻ ഈ യോക്കില്ലാത്ത ഷർട്ട് തയ്ക്കുന്നത് തന്നെ, വെട്ടണത് തന്നെ കേട്ടോ. അപ്പൊ യോക്കില്ലാത്ത ഷർട്ടാണിത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പിന്നെ കോട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത്. ഈ മോഡൽ അല്ലെങ്കിൽ തന്നെയും ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേണേ ഈ ഷർട്ട് നല്ല മോഡൽ ചെയ്യാം. സ്ലിറ്റ് ഇട്ട് കൊടുക്കാം, പിന്നെ പോക്കറ്റ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ഇത്തിരി തിരക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തയ്ച്ചൊന്നും കാണിക്കണില്ല. അത് തയ്ക്കുമ്പോൾ ഞാനത് ഇട്ട് തരാം. ഞാൻ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് നിങ്ങൾക്ക് ഇതിന് പഫ് സ്ലീവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലീവ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊരു മോഡൽ ഷർട്ടാണ്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, ആദ്യം ബാക്ക് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഫ്രണ്ട് നോക്കുക. അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ യോക്കില്ലാത്ത ഷർട്ടാണ്. യോക്കില്ലാതെ എങ്ങനെ ഷർട്ട് നമുക്ക് തയ്ക്കാം. കണ്ടോ, ഇതാണ് ഇതിന്റെ. കണ്ടോ, ഇനി ഞാൻ സ്ലീവിന്റെ കാര്യം പറഞ്ഞു. സ്ലീവ് നമ്മൾ ഇത് ജോയിൻ ചെയ്തിട്ട് കൂട്ടുമ്പോൾ, അതായത് ഈ 2 ഭാഗം കൂടെ പിടിക്കണം. ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും ആം ഹോൾ ഇങ്ങനെ പിടിച്ചിട്ട്, അപ്പൊ ഇത് സെന്റർ ആയിരിക്കില്ല.
സെന്റർ ആയിരിക്കില്ല, അവർ കയറി ഇറങ്ങിയും വരും. അപ്പൊ അത് നമ്മൾ ഇതിന്റെ സെന്റർ നോക്കിയാൽ മതി. ഇവിടെ ഏത് വശം വന്നാലും കുഴപ്പമില്ല, അതിന്റെ സെന്റർ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു മിസ്റ്റേക്കാണ് ഇതിൽ വരുന്നത്, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിന് പഫ് സ്ലീവ് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലീവ് കൊടുക്കാം, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇതൊരു മോഡൽ ഷർട്ടാണ്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഷർട്ട് തയ്ക്കുമ്പോൾ ഇതിന് നമുക്ക് യോക്കും വേണ്ട, നെക്ക് ബാൻഡും വേണ്ട, കോളർ മാത്രം മതി. കോളർ കട്ട് ചെയ്യാൻ അറിയാമല്ലോ, സിമ്പിളായിട്ട് നമുക്ക് കോളർ കട്ട് ചെയ്യാം. സാധാ ഞാൻ കാണിച്ചു തന്ന കോളർ മതി, സിമ്പിളായിട്ട് എടുക്കുക. ഇനി അറിയാൻ വയ്യെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കോളർ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടാത്തത് യോക്കും വേണ്ട, നെക്ക് ബാൻഡും വേണ്ട, കോളർ മാത്രം മതി കേട്ടോ. ഇങ്ങനെ ഉയർത്തിയെടുക്കുന്ന ഷർട്ട്. അപ്പോൾ ഓക്കെ.